നീ ഇവിടെ എന്തെടുക്കായിരുന്നു? നീ എന്തിനെങ്കിലും ഡോർ അടച്ചിട്ടിരിക്കുന്നേ? ഞാൻ ഡ്രസ് മാറില്ലായിരുന്നോ? ആഹാ, അതുകൊണ്ട് കുറ്റിയിട്ടതാ. അത് കൊള്ളാലോ. ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നോ? വല്ലാത്തൊരു സ്വഭാവമാണ് നിധി നിന്റേത്. ആ അതെ, അതും ഇതും പറഞ്ഞ സമയം കളയണ്ട. കൃത്യസമയത്ത് തന്നെ ഓഫീസ് ഉദ്ഘാടനം നടത്തണം. വേഗം ഇറങ്ങാം, വാ. നമ്മുടെ പാർവതി ബിൽഡേഴ്സിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് നീയും വിശിഷ്ടാതിഥി ഞാനുമാണ്. ഇത് രണ്ടും ഒന്നല്ലേ? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. നമുക്ക് നമ്മളേ ഉള്ളൂ, വേറെ ആരുമില്ല. അത് തന്നെ ധാരാളമല്ലേ ഗൗതം. ആ വാ പോവാം, മുഹൂർത്തം തെറ്റിക്കണ്ട. അല്ല നിന്നെ ഈ ബാഗൊക്കെ നീ അങ്ങോട്ട് പോകുന്നു? ആ അതും കൊള്ളാം. ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞാലേ അപ്പൊ തന്നെ ഞാൻ സ്കൂളിലേക്ക് പോകും. അത് വേണ്ട മോളെ. ഇനി മുതൽ ഫുൾ ടൈം നീ എന്റെ കൂടെ തന്നെ വേണം. പിള്ളേരെ ABCD പഠിപ്പിക്കുന്ന പണിയൊക്കെ നിർത്തിക്കോ. അതെന്താ ഗൗതം അങ്ങനെ പറഞ്ഞത്? പിന്നല്ലാതെ ഞാൻ ബിസിനസിന് വേണ്ടി അലഞ്ഞു നടക്കുമ്പോ കുടുംബത്തിന്റെ ചെലവ് നടത്താൻ വേണ്ടിയായിരുന്നല്ലോ നീ പഠിപ്പിക്കാൻ പോയത്. ഇപ്പൊ എന്തായാലും ബിസിനസ് തുടങ്ങിയല്ലോ. ഇനിയിപ്പോ സ്കൂളിൽ പോയി പിള്ളേരുമായിട്ട് മല്ലടിച്ച് നീ കഷ്ടപ്പെടണ്ട. ടീച്ചർ ജോലി റിസൈൻ ചെയ്തേക്ക. ഗൗതം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പൊ റിസൈൻ ചെയ്യേണ്ട ഗൗതം. അതെന്താ കാര്യം? ഈശ്വരമംഗലം വീട് വിട്ട് ഇറങ്ങിയപ്പോ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷനിൽ നീ എനിക്ക് ധൈര്യം തന്നു. ടീച്ചർ ജോലിക്ക് പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ലക്ഷ്യം നേടാനുമായി. സോ ഇനി നീ കഷ്ടപ്പെടണ്ട. നോക്ക് ഗൗതം, ഇത് ബിസിനസ്സാ. പണമിട്ട് പണം പിടിക്കുന്ന പരിപാടി. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ പ്രോപ്പർട്ടി ഗോപാലകൃഷ്ണൻ സാറിന്റെ പേരിലാ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ബാങ്ക് ലോണാ. നമ്മുടേതെന്ന് പറയാൻ ഒന്നുമില്ല. ആദ്യം കൺസ്ട്രക്ഷൻ പൂർത്തിയാവണം. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ളാറ്റുകൾ ഓരോന്നായി വിറ്റ് പോവണം. അതിന്റെ ലാഭത്തിൽ നിന്നും ഗോപാലകൃഷ്ണൻ സാറിന് കൊടുക്കാനുള്ള പണം കൊടുത്തു തീർക്കണം. അത് കഴിഞ്ഞു വരുന്ന ലാഭമാണ് നമ്മുടെ പണമെന്ന് പറയുന്നത്.